നമസ്കാരം, ഞാൻ ജുനൈദ് നെയ്താനത്ത്. അപ്പോൾ എൻ്റെ ചാനലായ നൂലാമാല ലൈവ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനെ പറ്റിയ ഒരു ചർച്ചയിലാണ്. ദക്ഷിണ ഇന്ത്യയിലെ കേരളത്തിലെ 20 ലോക്സഭാ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. 2002 രൂപീകരിച്ച ഇന്ത്യൻ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങളുടെ ഡിലിമിറ്റേഷൻ നടപ്പിലാക്കിയതിനെ തുടർന്ന് 2008 ഈ മണ്ഡലം നിലവിൽ വന്നു. നിയമസഭ തൃശൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി സ്ഥാപിച്ചത് 2009. ആകെ വോട്ടർമാർ 1,64,471. 2019 കണക്കാണത്. 17 ലോക്സഭ ചുമതല ഏറ്റത് ഹരിദാസ്. അത് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വർഷം 2019. ഇപ്പോൾ 2024 കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും BJPയുടെ TN സരസുവുമാണ് ഇപ്പൊ മത്സരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ചാനൽ നൂലാമാല ലൈവ് അന്വേഷണവുമായി ആലത്തൂർ നമ്മൾ പോയിരുന്നു. ആലത്തൂരിന്റെ മിക്ക മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പോയി കണ്ടു, സംസാരിച്ചപ്പോൾ LDFന്റെയും UDFന്റെയും BJP എന്തായാലും ആ വോട്ടിനേക്കാളും ഒരു 2% വോട്ട് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളത് രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനുമാണ്. അവിടെയാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDFന്റെ ഇലക്ഷൻ ബൂത്തുകളിലെ വോട്ട് ഇതിന്റെ കണക്ക് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 1,00,000 ചില്ലാനം വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് ജയിച്ചിട്ടുള്ളത്. അതിനേക്കാളും ഒരു 25,000 വോട്ടുകൾ കൂടുമെന്നാണ് UDFന്റെ കണക്ക്. പക്ഷേ LDF അതിനേക്കാളും 1,00,000 ചില്ലറ വോട്ടുകളാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ 2019 പിടിച്ചത്. ഈ പ്രാവശ്യം LDF 2,00,000 വോട്ട് കൂടുമെന്നാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം ബിജു പോയതിനേക്കാൾ രമ്യ ഹരിദാസ് പാട്ടും പാടി ആ വഴിക്ക് പോയി. ഈ പ്രാവശ്യം നമ്മൾ ആലത്തൂർ സ്ഥാനാർത്ഥിക്ക് LDFന്റെ സ്ഥാനാർത്ഥിക്ക് രാധാകൃഷ്ണൻ തിരിച്ചു പിടിക്കുമെന്നാണ് ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ആലത്തൂരിന്റെ നമ്മൾ കണക്കുകളെല്ലാം നോക്കിയപ്പോൾ എന്തായാലും ഇവിടെ ആലത്തൂർ മണ്ഡലം രമ്യ ഹരിദാസിന് ഒരു 1,00,000 സംതിങ്ങിന്റെ വോട്ടുണ്ടായിരുന്നെങ്കിലും അത് കൂടുമെന്നാണ് UDFന്റെ നിഗമനം. പക്ഷേ LDFന്റെ പറയുന്നത് 2,00,000 മേലെ വോട്ടുകൾ പിടിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾക്ക് 5-ാം തീയതിയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളുടെ ചാനലായ നൂലാമാല നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. എല്ലാവർക്കും